നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. കൂട്ടുകാരെ, ഞാൻ ഈ സഹായിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിനെ ഉപേക്ഷിക്കുകയാണ്. ഞാൻ ഇനി ആർക്കും സഹായം ചെയ്യില്ല. നമ്മൾ സഹായം ചെയ്യുന്തോറും അത് നമുക്കെതിരെ തലവേദനയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് കൂട്ടുകാരെ, വേറെ ഒന്നുമല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് ക്യാഷ് പരമായിട്ട് നിങ്ങളെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരാളായിട്ടും അല്ലെങ്കിൽ സെയിലിന് വേണമെങ്കിലും ജോലി ആയാലും എനിക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിരുന്നു, എല്ലാ ജില്ലകൾക്കും ജോലി. അതാ ഒരുപാട് പേർക്ക് ജോലി കിട്ടി. അവർ പേഴ്സണലായിട്ട് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു, ചേട്ടാ യൂട്യൂബിൽ കമൻറ്റ് ചേട്ടാ, ഞാൻ വേറെ ഒരിക്കലും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് വിഷമം വരുന്നേ. അതായത് വേറെ ഒന്നുമില്ല കൂട്ടുകാരെ, നമ്മളിപ്പോൾ ഞാൻ ആ വീഡിയോയിൽ കറക്റ്റായി പറയുന്നുണ്ട്, കാറിൻ്റെ ഡീലർഷിപ്പാണ്. ഓക്കെ, ജോലിയില്ലാത്തവർ എനിക്കറിയാം. എന്ന് വെച്ചാൽ ഒരുപാട് പേര് പെയിൻറ്റിങ് ജോബുണ്ടോ, കൂലിപ്പണിയുണ്ടോ, അങ്ങനെ ഹോസ്പിറ്റൽ, ക്ലീനിങ്, ഹോട്ടൽ, അങ്ങനത്തെ മേഖലയായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എങ്കിൽ പോലും ഞാൻ അവർക്ക് CVIക്ക് ഞാൻ നോക്കാം. അവരെ ഞാൻ ഒരിക്കലും നെഗറ്റീവ് അങ്ങനെ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ വേറെ ഒരു ഏജൻസിക്കാർ എന്നെ വിളിച്ചിട്ട് ഇന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്നൊരു രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു. അവരെ ബയോഡാറ്റ ഞാൻ ഫോർവേഡ് കൊടുത്തിട്ടുണ്ട്, അവരെ വിളിച്ചിട്ടുണ്ടാവും. അതായത് നിങ്ങളൊന്ന് ഓർക്കുക, നിങ്ങളെപ്പോലെ ഒരു സാധാരണ ഒരു വ്യക്തിയാണ് ഞാൻ. പച്ചയായ മനുഷ്യൻ, പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും കടവും എല്ലാം ഉള്ളൊരു മനുഷ്യനാണ് ഞാൻ. അപ്പം ഞാൻ അതായത് നിങ്ങൾക്കറിയാലോ, ഒരു രൂപ എമൗണ്ട് എനിക്ക് ഞാൻ വാങ്ങിക്കാതെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ ഡീലർഷിപ്പിൽ വേക്കൻസി ഉണ്ട്, ട്രിവാൻഡ്രം ടു ചെന്നൈ. ആരെങ്കിലും നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. ഇപ്പം ഞാൻ ഇപ്പം എന്നെ കൊണ്ട് ക്യാഷ് വരാനായിട്ട് സഹായിച്ചില്ലെങ്കിൽ ഒരാൾക്കൊരു ജോലി എന്നൊരു സംഭവം കിട്ടണമെങ്കിൽ കിട്ടട്ടെ. നിങ്ങൾ ഓർക്കുക, ആ ടൈമുകളിൽ ഞാൻ ഉറങ്ങുന്നത് 2:30-3 മണിക്കാണ്. എല്ലാ ബയോഡാറ്റ ഞാൻ സോർട്ട് ചെയ്ത് അതായത് ജില്ലയിൽ HR ത്രൂ ഞാൻ അയച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. അതായത് നമ്മൾ ജീവിച്ചിരിക്കുമ്പം ഒരു നല്ല കാര്യം ചെയ്യുക. നമ്മളെക്കൊണ്ട് പണമായിട്ട് സഹായിക്കാൻ പറ്റില്ലെങ്കിലും ജോലി ത്രൂ ഞാൻ ത്രൂ ജോലി കയറി ആ 1 മാസം സാലറി വാങ്ങിച്ച് ആഹാരം കഴിക്കണമെങ്കിൽ അതിൻ്റെ ഒരു ബ്ലെസ്സിങ് ദൈവം എനിക്കെന്ന് അതിനുള്ളൊരു പോസിറ്റിവിറ്റി എനിക്ക് കിട്ടും എന്നൊരു വിശ്വാസത്തോടെയാണ് ഞാൻ ചെയ്യുന്നത്. അത് പിന്നെ വീണ്ടും തലവേദന വേറെ എന്ന് വെച്ചല്ല, ചേട്ടാ ജോലി ആയില്ലേ രാവിലെ വീണ്ടും എന്നെ മെസ്സേജ് അയക്കുക, നിങ്ങൾ ഉടായിപ്പാണ്, നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഒരിക്കലും ഇല്ല കൂട്ടുകാരെ. ഞാൻ ഉടായിപ്പാണെങ്കിൽ 20 വർഷം ഉപയോഗിക്കുന്ന എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ യൂട്യൂബിൽ, FBയിൽ, ഇൻസ്റ്റയിൽ ഇടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങളെന്നെ ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടായിപ്പായിരിക്കും. ഞാൻ വാങ്ങിച്ചിട്ടില്ല ആരെയൊന്നും. പിന്നെ രണ്ടാമത്തെ കേസ്, കുറേ പേര് വീണ്ടും ഇപ്പം ഞാൻ പറയാമല്ലോ കൂട്ടുകാരെ, ഞാൻ രാജേഷ് കുമാർ എന്നൊരു വ്യക്തി മാത്രമല്ല. നിങ്ങൾ ആ ടൈമിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യാനുള്ള ടൈമിൽ നിങ്ങൾക്ക് എത്രയോ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ തേടി പോവുക, നിങ്ങളെ തേടി ജോലി വരില്ല. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞാൻ കുറേ പേരെ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കൂട്ടുകാരനെ സഹായിച്ചു, അതും എനിക്ക് തലവേദനയായിട്ട് വന്നു. അതുകൊണ്ട് ഞാൻ മാക്സിമം ഞാൻ ഇനി സഹായിക്കുക എന്നുള്ള രീതിയിലുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നില്ല. അതിനാവശ്യമില്ല. നിങ്ങൾ ഓർക്കുക, നിങ്ങളെപ്പോലത്തെ ഒരു സാധാരണ വ്യക്തിയാണ് ഞാൻ. അല്ല സെലിബ്രിറ്റിയോ അങ്ങനത്തെ ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഒരു 10 ലക്ഷം രൂപയ്ക്ക് ട്രിവാൻഡ്രത്തെ വീട്, അത് ദയവേത് ഇനിയിപ്പം ആരും വിളിക്കേണ്ട, നിങ്ങളെ ഒരു സപ്പോർട്ടും കൊണ്ട് ആളെ വീട് അഡ്വാൻസ് ആയിട്ടുണ്ട്. അടുത്ത ആഴ്ച തന്നെ അത് കച്ചവടമാവും. അങ്ങനെ പുള്ളിക്കാരൻ രക്ഷപ്പെട്ടെ. നിങ്ങൾ ഓർക്കുക, പുള്ളിക്കാരൻ ഞാൻ 1 രൂപ വാങ്ങിച്ചിട്ടില്ല, പുള്ളിക്കാരൻ്റെ ഞാൻ കമ്മീഷൻ ചോദിച്ചിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ കൂട്ടി പറയാം, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവന് സന്തോഷത്തോടെ എനിക്ക് തരണമെങ്കിൽ ഞാൻ അത് സ്വീകരിക്കും. അത് ക്യാഷല്ലേ. അപ്പോൾ എനിക്കും ആവശ്യങ്ങളുണ്ടല്ലോ. ഒരിക്കലും ഞാൻ വില പേശി അല്ലാതെ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക, നല്ല പുണ്യപ്രവൃത്തികൾ ചെയ്യുക. ദൈവം എനിക്ക് വേറൊരു ഓപ്ഷൻ എനിക്ക് കാണിച്ചു തരും. നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം 55-60 വയസ്സായിട്ട് ആൾക്കാർ ജോലിയുണ്ട് ഒരാഴ്ചയെ. അങ്ങനെ അപ്പം ഞാൻ ചേട്ടാ സമാധാനപ്പെട്, നിങ്ങളുടെ കാറ്റഗറിയിലുള്ള ജോലി ആരെങ്കിലും എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ വേറെ അയച്ചു കൊടുക്കാം. അപ്പോൾ എന്നെ അതായത് കുറേ പേര് വീണ്ടും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ കമൻറ്റ് വരുന്നു, ചേട്ടാ വെയിറ്റ് ചെയ്യാണ്, ഞാൻ കോള് വന്നില്ല, എന്ത് ചെയ്യും? നിങ്ങൾ വേറെ അന്വേഷിക്കുക. മനസ്സിലായോ? ചിലപ്പോൾ അവർ നിങ്ങളെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഏജിൻ്റെ ലിമിറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാവാം നിങ്ങൾ വിളിക്കാത്തത്. എൻ്റെ കമ്പനിയല്ല. എൻ്റെ കമ്പനിയാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാം, നിങ്ങൾ വെയിറ്റ് ചെയ്യും, നിങ്ങൾക്ക് ഞാൻ ജോലി തരുമെന്ന്. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് കുഴപ്പമില്ല കൂട്ടുകാരെ, ഞാൻ സഹായം എന്നെ കൊണ്ടാവണം ഞാൻ ചെയ്യും. എനിക്ക് വേറെ ക്യാഷ് പരമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ആളെന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ സാധിക്കും, ഞാൻ ചെയ്യും. ഓർക്കുക, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു സാധാരണ മനുഷ്യനാണ്. നെഗറ്റീവ് കമൻറ്റ് വരും, ഓക്കെ, നെഗറ്റീവൊക്കെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. നിങ്ങളൊന്ന് ഓർക്കുക, നിങ്ങളെ പേഴ്സണൽ നമ്പർ നിങ്ങൾ ഇത്രയും 3 സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് സമാധാനം കിട്ടും.
പിന്നെ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ വിളിച്ചാൽ കിട്ടില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കി, ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് 100% ഞാൻ റിപ്ലൈ തരുമെന്ന് ഉറപ്പായിട്ട് ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിളിക്കാത്തതിന് പരിഭവം അങ്ങനെയൊന്നും ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഞാൻ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് വരുന്നവർക്ക് ഞാൻ റിപ്ലൈ 100% കൊടുക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞാൻ വീണ്ടും പറയാണ്, ഞാൻ ആ വീഡിയോ, ആ 10 ലക്ഷത്തിൻ്റെ വീഡിയോ അത് അഡ്വാൻസ് കച്ചവടം ആയിട്ടുണ്ട്. ഇനിയിപ്പം പുള്ളിക്കാരനെ വിളിക്കല്ലേ, പുള്ളിക്കാരൻ കാറിൻ്റെ ഡീലർഷിപ്പിലെ ഡെൻറ്റ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. 500 പരം കോളുകൾ പോയി, അത് അഡ്വാൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ മാക്സിമം പുള്ളിക്കാരൻ ഇനി വിളിക്കരുത്. പുള്ളി കുടുംബമുള്ളതാണ്, പുള്ളി ജോലി ചെയ്യാൻ സമയത്തുള്ള കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ വിളിക്കണമെങ്കിൽ വിളിച്ചോളൂ. 9 മണിക്ക് മുമ്പ് 6 മണിക്ക് ശേഷം ആകുമ്പോൾ പുള്ളിയുടെ ഡ്യൂട്ടി കഴിയും. പുള്ളിക്ക് എന്തായാലും അത് അഡ്വാൻസ് കച്ചവടം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഹെൽപ്പ് വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. ഓക്കെ കൂട്ടരെ, നല്ലത് ചെയ്യുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക. ഒരു നേരത്തെ ആഹാരം ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവം ഒരു പുതുവഴി നിങ്ങൾക്ക് 100% ദൈവം കാണിച്ചു തരും. അതെൻ്റെ ഉറപ്പ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല. ഇത് ഇൻസ്റ്റയിലോ FBയിലൊക്കെ ആണെങ്കിലും എന്നെ ഒന്ന് ഫോളോ ചെയ്ത് പോവുക. യൂട്യൂബിലേക്കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ വയ്ക്കാൻ അങ്ങ് പോവുക. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.